ഭാര്യയോട് പൊരുത്തം ചോദിക്കണം. ഭാര്യയോട് പൊരുത്തം ചോദിച്ചിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ രാത്രിയും കിടക്കാൻ. കാരണം നമുക്ക് വേണ്ടി ചിന്തിച്ചു നോക്ക്. നമ്മളെപ്പോഴും ഭാര്യയോട് ചോദിക്കും, നിനക്കെന്താ ഇവിടെ ജോലിയെന്ന്. ആ പാവപ്പെട്ടവൾ ചെയ്യുന്ന ജോലി ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ? രാവിലെ എഴുന്നേറ്റ് ചായ വെക്കണം. ഇപ്പം പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്, എന്നാലും ആ പാവങ്ങൾക്ക് എന്ത് ജോലി എന്നറിയോ? വേലക്കാരിയായിട്ടൊരു പെണ്ണിനെ നിർത്തിയ മാസം 15,000 രൂപ കൊടുക്കണം. ഈ ആമിന എത്ര കൊല്ലം കൊണ്ട് വീടിൻ്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പക്ഷെ നരകത്തിൽ അധികവും പെണ്ണുങ്ങളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. ചില നന്ദിയില്ലാത്ത പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കളയുന്ന ചില പെണ്ണുങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ പോകും. അങ്ങനത്തെ ചില പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരാന്നറിയോ? ഒരുപാട് നിസ്കാരമുണ്ടാകും, ദുആ ഉണ്ടാകും, സൽക്കർമ്മങ്ങൾ ഉണ്ടാകും, ഒരുപാട് നല്ല കാര്യം ചെയ്ത പെണ്ണ. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് നരകത്തിൽ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേത് പെണ്ണാന്ന് പറഞ്ഞു തരട്ടെ? വേണോ? നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും, എൻ്റെ ആയിഷയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരുന്നിട്ട് പറയും, എൻ്റെ പെണ്ണുമ്പുള്ളയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. വേണോ? വേണോ? ഞാൻ തമാശ പറഞ്ഞതല്ല, തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞു തരട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കല്യാണം കഴിച്ചിട്ട് 10 കൊല്ലമായി എന്ന് സങ്കല്പിക്കാം. 10 വർഷമായി നമ്മുടെ ഭാര്യ ചോദിച്ചതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്വർണം വേണമെങ്കിൽ സ്വർണം, എല്ലാ കാര്യങ്ങളും എന്ത് ചോദിച്ചാലും നമ്മൾ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ കൊണ്ടു നടക്കാം. അപ്പോഴാണ് പടച്ചോനെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആമിനയുടെ വീട്ടിലൊരു കല്യാണം വന്നു. അപ്പൊ പറഞ്ഞു, ഇക്ക എനിക്ക് ഒരു ജോഡി വസ്ത്രം വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഓക്കെ റെഡിയാ. പക്ഷേ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല. ഒന്ന് സങ്കല്പിച്ചു നോക്ക്. നമ്മുടെ ഭാര്യ പടച്ചവനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, ഒരു കല്യാണത്തിന് പോകാൻ ഒരു ജോഡി വസ്ത്രം വേണമെന്ന് പറഞ്ഞു. പക്ഷേ നന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആമിന് എന്തോ പറയും, ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഒരൊറ്റ പറച്ചല. അല്ലെങ്കിലും ഇന്നു വരെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആ 10 കൊല്ലം ചെയ്തത് മുഴുവനും മറന്നുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യമല്ലേ? അവര് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത്രയും കാലം നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയും. നമ്മളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല, ഇതിനെ കൊണ്ടുവന്ന് പട്ടിണി കിട്ടതുപോലെ ഇത് പറയുക. ഒരൊറ്റ വാക്ക് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാവങ്ങളെ എത്ര ബുദ്ധി കുറവാ. അതുകൊണ്ടാണ് സഹോദരിമാർ, അവരുടെ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് വിഷമം കൊണ്ട് എന്താ പറയണേന്ന് അവർക്കറിയില്ല. പക്ഷെ ആ പറയുന്നതിലൂടെ അവർ നരകത്തിലേക്ക് പെട്ടുപോകുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അങ്ങനെയൊക്കെയുള്ള ഭാര്യയോട് പറയണം, അങ്ങനെ പറയരുതെന്ന്, അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞു പോയാൽ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. അതിനുള്ള വഴി എന്താ? കിടക്കുന്നതിന് മുമ്പ് ഒരു ദുആ ചെയ്യണം. കിടക്കുന്നതിന് മുമ്പ് അള്ളാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല, എനിക്കും പുറത്തരണേ അല്ല, എല്ലാവർക്കും നീ നന്മ വരുത്തണേ അല്ല. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ദുആ ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ എല്ലാവരുടെ പൊരുത്തം നമുക്ക് കിട്ടി.